ശ്രീ കടുവ ദൗത്യത്തിനിടെ നമ്മുടെ നിലമ്പൂർ DFIയെ സ്ഥലം മാറ്റി, അത് വലിയ തോതിലുള്ളൊരു വിവാദം വിമർശനമൊക്കെ ആയി വരികയാണ്. എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? വിവാദം എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ആ മാറ്റത്തിനെ കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അഭിപ്രായം ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടു എന്നല്ലാതെ മാധ്യമങ്ങൾക്കാണോ വിവാദം വല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കാണോ? അല്ല, അത് ആർക്കാ വിവാദമാക്കണമെങ്കിൽ ആർക്കെങ്കിലും പ്രതിഷേധം. അപ്പോൾ അത് നിങ്ങളാണ് ആ പറയുന്നതെങ്കിൽ ഞാൻ അത് ഉൾക്കൊള്ളാം. നിങ്ങളുടെ ഒരു സംശയമാണോ, നിങ്ങളുടെ ഉത്കണ്ഠയാണോ? ആ ആ സാധാരണഗതിയിൽ നമ്മളൊരു നടപടി എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങളെ പ്രതികരണം എന്തായിരിക്കും? ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയാം. അത് പറയാനൊരു വഴി ഞാൻ ഉണ്ടാക്കിയില്ല എന്നുള്ളതിൽ നിങ്ങൾക്ക് നിരാശയുണ്ടാവും. അതിനിപ്പോൾ എന്താ ചെയ്യുക? അല്ല, അവിടെ ഇന്നലെ രാത്രി 12 മണി വരെ നടന്നതെന്താണ്? ഈ ഉദ്യോഗസ്ഥന്മാർ കൃത്യവിലോപം കാണിച്ചുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായെന്നല്ലേ. ആ നിലപാടിൽ നിന്നും പരാതി ഉന്നയിച്ചവർ മാറിയാൽ ഈ നടപടികളൊക്കെ പുനരാലോചിക്കണം. വീഴ്ച ഉൾപ്പെടെ. അത് മാത്രമല്ല, നേരത്തെ തന്നെ അവരെ ഹെഡ്ക്വാർട്ടറിലേക്ക് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. നല്ല ഉദ്യോഗസ്ഥന്മാരെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, MLA, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം തന്നെ ഇവരുടെ കൊള്ളരുതായ്മയാണ്, അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് എന്ന ഏറ്റവും പരുഷമായ ഭാഷയിൽ വിമർശിച്ച ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണോ ഇത് ചെയ്തത് മോശമായി പോയത് എന്ന് എനിക്കറിയില്ല. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അവിടെയാണ് നിങ്ങൾ മലയോര മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലെ ഈ പരസ്പര വിരുദ്ധമായ നിലപാടുകളെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് കോന്നിയിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കോന്നി ഡിവിഷനിൽ ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ വന്യജീവി ആക്രമണം മൂലം ഒരു മരണം ഉണ്ടായിട്ടില്ല. അവിടെ ഒരു ആന മരിക്കുകയാണ് ഉണ്ടായത്. ആ മരിച്ചതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നടപടി അവിടെയുള്ളൂ. അതെങ്ങനെയാണ് ജനവിരുദ്ധമാകുക? അപ്പോൾ നിങ്ങൾ രണ്ട് പക്ഷത്തുമാണ് മാധ്യമങ്ങൾ. രണ്ട് പക്ഷത്ത് നിന്നാലാണ്. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നാൽ ആ പക്ഷത്ത് ഞാനും നിൽക്കാം. അതേത് വകുപ്പിലാണ്? 100% പ്രവർത്തകരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പിൻ്റെ പേര് പറഞ്ഞ. എല്ലാ വകുപ്പിലും ചില മടിയന്മാരുണ്ട്, മിടുക്കന്മാരുമുണ്ട്. അതുപോലെ എൻ്റെ വകുപ്പിലും ഉണ്ടാവുമല്ലോ. ശ്രീ കോന്നിയിലെ കാര്യം പറഞ്ഞല്ലോ, അത് ബോധ്യമാകാത്തത് അവിടുത്തെ MLA കാണോ? ജിനേഷ് കുമാർ അല്ലേ അവിടെ കസ്റ്റഡിയിലെടുത്ത ആളെ? പോയി ഒരു MLA ആണ്. അല്ല, അവിടെ ഒരു ബഹുജന പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ആ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ സ്പിരിറ്റിനോടൊപ്പം നിൽക്കാൻ ജനപ്രതിനിധി ബാധ്യസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹം നിന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ ഒരു പടവാളോ യുദ്ധപ്രഖ്യാപനമോ നടത്തുന്ന ഒരാളല്ല. അയാൾ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പക്വതയുള്ള അറിവുള്ളൊരു MLA ആണ്. അതെ, നിങ്ങൾ ഈ 3 ചോദ്യവും പരസ്പര വിരുദ്ധമാണ്. ഈ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള അനുവാദം ഉണ്ടാകണം. എന്നാൽ അങ്ങനെ ഒരു പാളിച്ച വരുമ്പം ആ പാളിച്ചയെക്കുറിച്ചും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ വനം വകുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാർ 101% പത്രമായിട്ടുള്ളവരല്ല. ചില പോരായ്മകളുള്ളവർ എല്ലാ വകുപ്പിലുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ, പോലീസിൽ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഗവൺമെൻറ് ഔദ്യോഗിക പറഞ്ഞില്ല. അതിനർത്ഥം പോലീസ് മോശമെന്നാണോ? അപ്പോൾ എല്ലാ വകുപ്പിലും അത്തരം തെറ്റായ പ്രവണതകൾ വെച്ച് പുലർത്തുന്നവരുണ്ടാവും. അവരെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് 100% അങ്ങനെയാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വനംവകുപ്പിൻ്റെ ഓഫീസിൽ പെരുമാറേണ്ട രീതിയിലല്ല MLA-യുടെ പ്രതികരണം ഉണ്ടായത് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഒരു പശ്ചാത്തലത്തിൽ എന്തെങ്കിലും നിയമ നടപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി വഴി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ MLA-യുടെ പെരുമാറ്റം സംബന്ധിച്ച് പരാതിയുള്ളത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാരിൽ ചിലർക്കാണ് പരാതി. അതിലൊരാൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പോലീസിൻ്റെ പരിധിയിലാണിപ്പോൾ ഉള്ളത്. പോലീസ് ശരിയായ വിധത്തിൽ അന്വേഷിച്ച് ശരിയായ നടപടി ശുപാർശ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനേ വനംവകുപ്പിന് കേസന്വേഷിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ അത് പോലീസാണ്, അതവർ നോക്കിക്കോട്ടെ എന്നുള്ള നിലപാട്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട. തെറ്റ് ചെയ്തത് ആരാന്ന് വെച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പേര് നടപടിയെടുക്കും. മിനിസ്റ്റർ ആ വിഷയം നോക്കിയിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ആർക്കാണ് അവിടെ വീഴ്ച സംഭവിച്ചത്? ആ നടപടിക്രമങ്ങളൊക്കെ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അല്ല, അത് ഞങ്ങൾ വേറെ തന്നെ പരിശോധിക്കുന്നുണ്ടാവും. അത് MLA-ക്കെതിരെയുള്ള അന്വേഷണമല്ല. അത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നടപടിക്രമങ്ങളിലൊക്കെ പാലിച്ചുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് വനംവകുപ്പിനെ പരിശോധിക്കാൻ പരിധിയിലുള്ള കാര്യം തന്നെയാണ്. അല്ല, അത് പരിശോധിക്കാമല്ലോ. അതിന് വേറെ നിയമ തടസ്സമൊന്നുമില്ല. വനംവകുപ്പിന് പരിശോധിക്കാവുന്ന പരിധിയിൽപ്പെട്ടൊരു കാര്യമാണത്. ഉദ്യോഗസ്ഥന്മാർക്ക് മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടുണ്ടോ, എല്ലാ അബദ്ധത്തിൽ പറ്റിയതാണോ എന്താണ് എന്നുള്ളത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മുദ്രാവാക്യവും പ്രസംഗവും എല്ലാം വന്യജീവി ആക്രമണം മൂലം ആൾ മരിച്ചു എന്നുള്ളൊരു ആളുകൾ മരിക്കുകയാണ്, ഇപ്പോഴും മരിക്കുകയാണെന്നുള്ളതാണ് പല ചാനലുകളും ഫോക്കസ് ചെയ്തത്. അവിടെ ആൾ മരിച്ചിട്ടില്ല, അവിടെ ഒരു ആനയാണ് മരിച്ചത്. ആന മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സംശയമുള്ളവരെ വിളിച്ച് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്തു എന്നതിൻ്റെ അർത്ഥം ഒരു കേസിലെ പ്രതിയാണെന്നല്ല. ആ നടപടിയാണ് അവർ ചെയ്തത്. അല്ലാണ്ട് അവിടെ ഒരു നരഹത്യ ഉണ്ടായിട്ടില്ല. മനുഷ്യനെതിരെ വന്യജീവി ആക്രമിച്ചിട്ടുമില്ല. കഴിഞ്ഞ എത്രയോ വർഷമായി അവിടെ ആ വന്യജീവി ആക്രമണം മൂലം ഒരു മനുഷ്യനും കൊല്ലപ്പെട്ടിട്ടില്ല. ഇതാണ് ആ ഡിവിഷനിലെ സവിശേഷത. ഇപ്പം MLA നല്ല പക്വത കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, അതൊരു സന്ദർഭത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ. ഇപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു വാർത്ത തെറ്റിപ്പോകില്ലേ. അതങ്ങനെ ആലോചിച്ച് വന്ന് തെറ്റിക്കാൻ വേണ്ടി വന്ന് പറയുന്നതല്ലല്ലോ. അത് പോലീസ് കേസ് അല്ലല്ല, അത് പോലീസ് കേസല്ലേ. ഞങ്ങളതിൻ്റെ അകത്ത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുത്തു, രണ്ടുപേരും കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട മേലധികാരികൾ ശ്രദ്ധയപ്പെടുത്തി അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കും. നമ്മളതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അല്ല, നമ്മൾ മുന്നോട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പിന്നോട്ട് പോകുന്നത്? അല്ലല്ല, നമ്മളൊരു മുൻകൈ എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. അവിടെ ഇങ്ങനെ സംഭവിച്ച കാര്യത്തിൽ ഇന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളുമായി മുമ്പോട്ട് പോകുന്നുള്ളതാണ്. മിനിസ്റ്റർ, എന്താണ് ഈ വനം വകുപ്പിനെതിരെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇത്തരം ഈ ആക്ഷേപങ്ങളൊക്കെ വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അതെനിക്ക് നിങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം ചിലർ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കോന്നിയിൽ ആൾ മരിച്ചിട്ടില്ലല്ലോ. കോന്നിയിൽ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഒരു പരിക്കാർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ വനം വകുപ്പ് മന്ത്രി മനുഷ്യനെ കൊല്ലുകയാണ്, ജീവിക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലൊരു ക്യാമ്പയിൻ നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ചില ചാനലുകൾ രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതെന്തിനാണെന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ അന്വേഷിക്കുന്നതിന് അയ്യോ, എനിക്ക് ഈ ലോകത്തെ ആരെയും സംശയമില്ല, എല്ലാവരെയും വിശ്വാസമാണ്. എനിക്ക് ഈ ലോകത്ത് എല്ലാവരെയും നല്ല വിശ്വാസമാണ്. കാരണം എന്തിനാ സംശയിക്കുന്നത് നമ്മൾ? അതെ, ഈ സംശയം നിങ്ങൾക്കുണ്ടായതുപോലെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഇത്തരം സംശയങ്ങൾ ഉയർന്നു വരും. അപ്പോൾ കാര്യങ്ങൾ അവർ തന്നെ ജനങ്ങളോട് പറയേണ്ടി വരും. അല്ലാതെ ഇപ്പം ഞാൻ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്, മലപ്പുറം ജില്ലാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഞാൻ രാജിവെച്ചാൽ പ്രശ്നം തീരുമെന്നാണല്ലോ. അവർ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ രാജിവെച്ചേക്കാം.
അങ്ങനെ ഒരു ഗ്യാരണ്ടി ആർക്കും തരാൻ കഴിയും? ഇനി ഈ കേരളത്തിൽ ഒരു വന്യജീവിയും ഒരു മനുഷ്യനെയും ആക്രമിക്കുകയോ കൊല്ലുകയോ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഗ്യാരണ്ടി പറഞ്ഞാൽ ആ മിനിറ്റിൽ രാജിക്കത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതെല്ലാം പ്രസംഗത്തിന് വേണ്ടി പ്രസംഗിക്കുകയല്ലേ, ആവേശത്തിൽ പ്രസംഗിക്കുകയല്ലേ. താങ്കളുടെ രക്തത്തിന് വേണ്ടി ആരെങ്കിലും ദാഹിക്കുന്ന ഒരു എൻ്റെ രക്തം അത്രയും നല്ലതാണെങ്കിൽ അത് നല്ലതല്ലേ. എൻ്റെ രക്തം ഒരു ശുദ്ധമായ രക്തമായതുകൊണ്ടായിരിക്കും. പക്ഷേ എന്നെ അങ്ങനെ ആരും ഇപ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നൊരു നീക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഭരണപക്ഷത്ത് നിന്ന് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വരികയാണ്. അതിലൊരു പരാതി ഉണ്ടോ മിനിസ്റ്റർക്ക്? പരാതിയില്ല, വേണമെങ്കിലൊരു പരിഭവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വനം വകുപ്പ് മന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റത്തിൻ്റെ അമ്പ് വനം മന്ത്രിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും എന്ന് കരുതാൻ മാത്രം പ്രായോഗിക രാഷ്ട്രീയ പരിജ്ഞാനമില്ലാത്തവരല്ലല്ലോ ഈ നേതാക്കന്മാരാരും. അപ്പം അവർക്കെന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്ന് അവരാ പറയണേ, എനിക്കറിയില്ല. ബന്ധപ്പെട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ പുറത്തിപ്പം വന്നിട്ടുണ്ടല്ലോ. ആക്ച്വലി ഈ സർക്കാർ അന്വേഷിക്കുന്ന ഒരു കേസിൽ തന്നെ പ്രതികളായി നിൽക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് സർക്കാരിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും? ഇത്തരം കാര്യങ്ങൾ എനിക്കതിനെപ്പറ്റി ഒരു വിവരവുമില്ല. രണ്ടാമത്, ഏതെങ്കിലും ഒരു കേസിൽ എപ്പോഴെങ്കിലും പ്രതിയായ ഒരാൾ എല്ലാ കാലത്തും കുറ്റവാളിയാണെന്ന് കണ്ട് നീക്കാൻ പറ്റുമോ? നിങ്ങളൊരു കുഴപ്പം ചെയ്തു, നിങ്ങളെ ശിക്ഷിച്ചു, തീർന്നില്ല വിഷയം. അപ്പം നിങ്ങൾ പണ്ട് പിന്നെ ഒരു കേസിൽ പ്രതിയാണ് എന്ന് കരുതി നിങ്ങളെ ഒരു പത്രത്തിലും ഇനി ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ്. അല്ല, ഞാൻ പറയാം. അല്ല, അതും പിന്നെ സ്പോർട്സുമായിട്ട് എന്താ വന്നത്? അന്വേഷണം നടത്തുന്നത് സ്പോർട്സ് വകുപ്പല്ലല്ലോ. അല്ല, അതില്ല. അന്വേഷണം നടത്തുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, വിജിലൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ വിജിലൻസിൻ്റെ ഒരു നടപടിയിലും വേറെ എന്തെങ്കിലും ഒരു വകുപ്പിന് മന്ത്രിമാർക്കോ സ്വാധീനിക്കാൻ കഴിയില്ല. അത് വളരെ നിഷ്പക്ഷമായുള്ളതാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫർദർ എൻക്വയറി ഇല്ല, എൻക്വയറി അവസാനിച്ചു. അപ്പോൾ ആ വ്യക്തി നാളെ പിന്നെ എന്തെങ്കിലും നല്ലൊരു ജോലി ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സർക്കാരിന്, ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ ആരായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഗവൺമെൻറ്റിന് പ്രയോജനപ്പെടുത്തുന്നതിന് നാട്ടുകാർക്ക് പ്രയോജനകരമായ കാര്യമാണ്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത ആൾ നാളെ ഒരു അന്നദാനം നടത്തുന്നത്, അയാൾ ഒരു അന്നദാനം ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് വലുതായിട്ട് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തി എടുത്ത് നോക്കിയാൽ ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റിൻ്റെ പേരിൽ അങ്ങോട്ട് പിന്നെ ടാർഗറ്റ് ചെയ്യലല്ലോ വേണ്ടത്. ആ തെറ്റ് തിരുത്തിക്കാൻ സമൂഹം ശ്രമിക്കുന്നത് തെറ്റ് തിരുത്തിക്കാനും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമുള്ള പരിശ്രമമാണ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം തുടരും. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി ചില സമയത്ത് ശിക്ഷിക്കപ്പെടും, മറ്റുള്ളവർ കുറ്റവാളിയല്ല എന്ന് വരും. അപ്പോൾ അത് പണ്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ സ്പോർട്സ് വകുപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തികച്ചും അജ്ഞനാണ്. ആരെ വേടൻ്റെ കാര്യത്തിൽ പിന്നെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. വേടൻ്റെ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അല്ല, ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ള അല്ല പ്രശ്നം. ഇപ്പം നിങ്ങൾ ഒരു പരാതിയായിട്ട് വന്നു, എന്താ ചെയ്യേണ്ടത്? സാധാരണ നിലയിൽ ഒരു നല്ല ഓഫീസാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എക്സൈസ് വകുപ്പാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്, ഫോറസ്റ്റിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നടപടിയുടെ തുടർച്ചയാണ്. നിങ്ങൾ എക്സൈസ് നടപടി മറന്നു കളഞ്ഞല്ലോ. ആദ്യം വേടനെ കസ്റ്റഡിയിലെടുത്തതാരാ? നിങ്ങളെന്താ അത് ഇദ്ദേഹം ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കാം. നിങ്ങളെന്താ അത് പ്രാധാന്യത്തോട് കാണാത്തത്? ഞങ്ങളതിൻ്റെ തുടർച്ചയല്ലേ. അപ്പോൾ ഒന്നാമൻ വിസ്മരിക്കപ്പെടുകയും രണ്ടാമൻ പ്രതിയാവുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിനിൽ ഒരു ഫോക്കസ് കൊണ്ടുവന്നത് മാധ്യമങ്ങളല്ലേ. എന്തോ ആവട്ടെ, അല്ല, അവർക്ക് പോലീസ് കൊടുത്ത വിവരമാണ് അവർ പറയുന്നത്. ഇന്നയാളാണ്, ഇയാളിങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞിട്ടാണ് വിളിച്ചാൽ പോയപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയവർ അവർ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞത് ശരിയാണെന്നല്ല. പക്ഷെ നിങ്ങൾ ആദ്യം ഇവരെ വേടനെ കസ്റ്റഡിയിലെടുത്തത് തെറ്റായ ഒരു കാര്യമാണ് എന്ന നിഗമനത്തിൽ നമ്മളെത്താം. അങ്ങനെ എത്തിയാൽ ആ തെറ്റ് ആദ്യം ചെയ്തതാരാ? ആദ്യത്തെ കുറ്റവാളി നിങ്ങളെന്താ സ്പർശിക്കുക പോലും ചെയ്യാത്തൊരു
അത്യാവശ്യം വരുമ്പോൾ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അതെന്താ നിങ്ങൾ പറയാത്തത്? മിനിസ്റ്റർ, ഈ നേരത്തെ പറഞ്ഞ ആ പരിഭവം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അല്ല, പരിഭവമൊക്കെ നമ്മൾ MLA ആയിട്ട് സംസാരിച്ചതിന് തീരുന്ന കാര്യമുള്ളൂ. അതിന് ഇടനിലക്കാരനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ആ വിമർശനങ്ങളിൽ അവഗണിക്കല്ല. ആ വിമർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. മുഖ്യമന്ത്രിയോട് അതൊക്കെ മുഖ്യമന്ത്രി അതാ സമയത്ത് അറിയിക്കുന്നുണ്ട്. ഞാനെടുക്കുന്ന നിലപാട് വിമർശനങ്ങളെ മറക്കുകയോ വിമർശനങ്ങളെ വിമർശിക്കുകയല്ല. വിമർശനങ്ങളിൽ നിന്ന് ഞാനെന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാനെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ വകുപ്പ് എന്തെങ്കിലും തിരുത്താണ് അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വനം വകുപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ മറ്റ് സപ്പോർട്ടുകൾ കിട്ടുന്നില്ല എന്നൊരു പരിഭവം താങ്കൾക്കുണ്ടോ? എനിക്ക് അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ കുറേ വർഷമായില്ലേ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നത് അല്ലേ? എത്ര വർഷമായി? ഇത്രേ ആയിട്ടുള്ളൂ. കാരണം ഇപ്പോഴല്ലേ വനം വകുപ്പ് എന്നുള്ളത് ജനങ്ങളറിഞ്ഞ്. നേരത്തെ വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ വകുപ്പിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ വകുപ്പിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയുന്നുണ്ട്. അത് വകുപ്പിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇഷ്ടമില്ലാത്തവരുണ്ട്. അതെല്ലാ കാര്യത്തിലും ഉണ്ടാവും, ഏത് തീരുമാനത്തിലും അതുണ്ടാകും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു പ്രവണത മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി മാധ്യമങ്ങളിൽ കാണുന്നു എന്ന് മാത്രമേ ഞാനൊരു പരിഭവം പറഞ്ഞുള്ളൂ. അല്ലാതെ വേറെ പരിഭവം. അതെ, അങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ. ഇനി ആ വാക്ക് തെറ്റാന്ന് പറഞ്ഞാൽ ഞാനൊരു വിവാദം ഉണ്ടാക്കണ്ട. അങ്ങനെ പഴയ വാക്ക് ഉപയോഗിച്ച് അപമാനിച്ചോളെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്നെ കുഴപ്പത്തിലാക്കണ്ട. മാറ്റണ്ടേ. നിങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ 6 മണി വരെ പ്രസിദ്ധീകരിച്ചത് എന്താണ്? വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിയാസം എന്നല്ലേ? 6 മണിക്ക് ശേഷം നിങ്ങളുടെ നിലപാട് മാറിയോ? അത് മാറിയെങ്കിൽ പറ. ഇന്ന് രാവിലെ 6 മണി വരെ അല്ല 5:45 മണി വരെ ഈ എല്ലാ ചാനലുകളും ഇവരുടെ തോന്നിയാസമാണ്, ഇവർ ജനവിരുദ്ധരാണ്, ഇവർ രാജ്യദ്രോഹികളാണ്, ഇല്ലാത്ത കുറ്റമെല്ലാം ആ കുറ്റത്തിൻ്റെ കൂടെ എൻ്റെ പേരും കൂട്ടിച്ചേർത്താണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരാതി അയാളെ പറ്റിയില്ല, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പറ്റി. ഇപ്പോൾ ആ പരാതി പിൻവലിച്ചോ? നിങ്ങൾ പിൻവലിച്ചെങ്കിൽ നല്ലത്. ഞാൻ ഈ നടപടിയും പിൻവലിക്കാം. നിങ്ങൾ അങ്ങനെ ഒരു പരാതി പിൻവലിച്ചാൽ ഈ നടപടി ഞാനും പിൻവലിക്കാം. അല്ല, അത് വരാനിടയില്ല. ഏതായാലും ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നതായിട്ട് എൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതി ഇതുവരെ കിട്ടിയില്ല. ശരി.